വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറ ഫേസ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കുന്നു സംസാരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ് ടെമു എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറേ ആൾക്കാർ എൻ്റെ റിവ്യൂ വീഡിയോസും ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായി വിചാരിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കണം, ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ അതിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. കാരണം അതിൽ അത്രയും ചീപ്പ് പ്രൈസിനാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊരു റിവ്യൂ വീഡിയോ പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആദ്യമായിട്ട് ഈ ഒരു സംഭവമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഈ അരിയൊക്കെ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നോർമൽ ബൗളിലാവുമ്പം അത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ നമുക്ക് നല്ല പോലെ വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. അരിയൊക്കെ വാഷ് ചെയ്യുമ്പം വെജിറ്റബിൾസ് ആയാലും നമുക്കിതിൽ വാഷ് ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ക്വാളിറ്റി ആയാലും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് വെറും 3 dirhams 67 fils ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മേലുള്ളത് ഒടിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ മേലേക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ഇതൊരു ട്രൈപോഡ് ഫോൺ മൗണ്ട് ആണ് കേട്ടോ. അപ്പം നമുക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ടാണ്. ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കിത് സ്ക്രൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 6 dirhams 12 fils ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വാച്ചിൻ്റെ കുറച്ച് സ്ട്രാപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഞാൻ വാച്ചിൻ്റെ മോഡൽ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. ഇതൊരു ലൈറ്റ് ബേജ് കളറിലുള്ള സ്ട്രാപ്പാണ്. എൻ്റെ കയ്യിലുള്ള വാച്ച് സാംസങ് ഗാലക്സി S3 ആയിരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള 22 mm സൈസിലുള്ള വാച്ച് സ്ട്രാപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഭയങ്കര ചീപ്പാണ്. ഞാനിതിന് 6 dirhams 12 fils ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനിതുപോലത്തെ വാച്ച് സ്ട്രാപ്പ് 2-3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതതുപോലെ തന്നെ ലെതർ ടൈപ്പിൽ വരുന്ന വാച്ച് സ്ട്രാപ്പാണ്. ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. സെയിം വാച്ചിന് തന്നെയാണ് 22 mm സൈസ് വരുന്ന വാച്ച് സ്ട്രാപ്പ്. നേരത്തെ കാണിച്ചത് ഒരു ഇലാസ്റ്റിക് ടൈപ്പായിരുന്നു. ഇത് ലെതർ ടൈപ്പ്. നമുക്ക് ഇങ്ങനെ തന്നെ നോർമൽ വാച്ച് സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് 10 dirhams 98 fils ആയിരുന്നു. ഈ ഒരു വാച്ച് സ്ട്രാപ്പ് ഞാൻ ടെമോയിൽ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി ഓൾറെഡി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8 dirhams 87 fils ആണ്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്പെക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഷോർട്ട്സ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സ്പെക്സ് വെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സ്പെക്സ് യൂസ് ചെയ്യുമ്പം എനിക്ക് ഈ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട്. അതിന് പറ്റിയൊരു സാധനമാണെന്നാണ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് എത്രത്തോളം യൂസ് ആവുമെന്നറിയില്ല. ഈ ഒരു സാധനം ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റിക്കർ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സ്പെക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നോസ് ബ്രിഡ്ജിൻ്റെ അവിടെ നല്ല പ്രഷർ ഫീൽ ചെയ്യും. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ സ്പെക്സ് കൂടുതൽ ഒഴിവാക്കാനാണ് നോക്കാറ്. അപ്പോൾ ആ ഒരു പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പഞ്ച് പാഡാണ് കേട്ടോ അത്. ഇതിപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പെക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 2 dirhams 48 fils ആയിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന കുറച്ച് ഇയർ സ്റ്റഡ്സ് ആണ് കേട്ടോ. മിനിമലിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇയർ സ്റ്റഡ്സ് വാങ്ങിയ കൂട്ടത്തിൽ ഒരെണ്ണമാണ് കേട്ടോ. ഇത് സിൽവറാണ് മെറ്റീരിയൽ വരുന്നത്. റിങ്ങിൻ്റെ സൈസ് വന്നിട്ട് 6 mm ആണ്. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. വൈറ്റ് സ്റ്റോൺ ആണ് അതിൽ വരുന്നത്. ഇപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായിട്ടാണ് കാണുന്നുള്ളത്. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് 11 dirhams 48 fils ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ റിങ്ങിന് തൊട്ട് താഴെ കാണുന്ന റെഡ് സ്റ്റോണിൽ വരുന്ന ഒരു ഇയർ സ്റ്റഡാണ്. 4 dirhams 12 fils ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ പ്രൈസ് ഇതിൻ്റെ. എഗെയിൻ 2 സ്റ്റഡ്സ് ആണ്. ഇത് ഗോൾഡൻ ഷെയ്ഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ വരുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു പീസിന് 4 dirhams 49 fils ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുമ്പോൾ. ഇതും ഒരു സെറ്റ് ഓഫ് റിങ്സ് ആണ്. പ്ലെയിൻ റിങ് വരുന്നത്. ഇങ്ങനത്തെ 3 സൈസിലുള്ള റിങ്സ്.
പോലെയാണ് ഉണ്ടാവുക. നല്ലൊരു ലെതർ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. നമുക്ക് സൈസ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഏരിയയിലാണ് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ മേലെ കാണുന്ന ആ ചെറിയൊരു ബെൽറ്റ്, അതിൻ്റെ പുറത്ത് കൂടി വരുന്ന ബെൽറ്റാണ് അഡ്ജസ്റ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. അകത്തുള്ളത് അതിനനുസരിച്ചിട്ട് അത് ടൈറ്റ് ആവും ലൂസ് ആവുകയും ചെയ്യും. ഇത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാം. പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസ് വരുന്ന ഡ്രസ്സിൻ്റെ കൂടെ ആയാലും നല്ല വൃത്തിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് 8 dirhams 98 fils ആയിരുന്നു കേട്ടോ. ആദ്യത്തെ പർച്ചേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ അതിൽ എന്താണ് പിക്ചറിൽ എന്താണ് കാണുന്നത് സെയിം അത് തന്നെയാണ് ക്വാളിറ്റി വരുന്നത്. അപ്പോൾ ഇത്രയും നേരം ഇരുന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമ്മിങ് വീഡിയോയിൽ കാണാം. ബൈ.